Hello, welcome back to BioEasy Learning. നമ്മൾ ഇന്ന് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത question, the algae possesses a life cycle that switches between diploid sporophyte and haploid gametophyte, which are indistinguishable morphologically. That is isomorphic diplohaplontic. Option A volvox, option B signema, option C allothrix, option D cladophora. So answer എന്താണ്? ഓപ്ഷൻ ഡി cladophora. അതായത് ഐസോമോർഫിക് ഡിപ്ലോഹാപ്ലോണ്ടിക് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ആ ഐസോമോർഫിക് ഡിപ്ലോഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൻ്റെ ക്യാരക്ടേഴ്സും കൂടി പറഞ്ഞതിന് ശേഷം അങ്ങനെ ഡിസ്റ്റ് ചെയ്തിട്ടും ചോദിക്കാം കേട്ടോ. നേരിട്ട് ഐസോമോർഫിക് ഡിപ്ലോഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളുള്ള ആൽഗെ ഏതാണ് എന്ന് ചോദിക്കുന്നതിന് പകരം ഓരോ ലൈഫ് സൈക്കിളിൻ്റെയും ക്യാരക്ടേഴ്സ് കൊടുത്തിട്ട് അത് ഏത് ഗ്രൂപ്പിൽ വരുന്ന ആൽഗയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരാം. Okay, next question. The binding of antigen to the antibody takes place through the interaction of antigen with the option A light chain of antibody, option B light and heavy chain of antibody, option C light and heavy chain with the Fc fragment of the antibody, option D heavy chain of antibody. Okay, so answer option ബി ലൈറ്റ് ആൻഡ് ഹെവി ചെയിൻ ഓഫ് ആൻറ്റിബോഡി. സോ ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ ഞാൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചർ ഒന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവിടെയാണല്ലോ നമുക്ക് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ നടക്കുന്നത്. വൈ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇമ്മ്യൂണോഗ്ലോബുലിനെ കാണപ്പെടുന്നത്. സോ ദേ ആർ സിമെട്രിക്കൽ ഗ്ലോബുലാർ ടെട്രാമറിക് പ്രോട്ടീൻ. ഈച്ച് ഓഫ് ദം ഹാസ് എ ടെയിൽ ആൻഡ് 2 ആം. ടെയിലുണ്ടായിരിക്കും, 2 ആമുകളുമായിട്ടുള്ള സ്ട്രക്ചറാണ് ഇമ്മ്യൂണോഗ്ലോബിലിനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മളുടെ ഇമ്മ്യൂണോഗ്ലോബിലിൻ്റെ സ്ട്രക്ചർ ഓർമ്മ വരുന്നുണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം കേട്ടോ ഗൂഗിളിൽ. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ കിട്ടും. ഞാൻ അതിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്ന് പറഞ്ഞു പോവാന്ന് മാത്രം കേട്ടോ. And it is formed of 4 polypeptide chain, namely 2 identical heavy chain and 2 identical light chain. Okay, H chainum L chainum ചേർന്നിട്ടുള്ളതാണിത്. Heavy chain are much larger than light chain. The L chain remain associated with the amino terminal part of H chain. Light chain എപ്പോഴും തന്നെ അസോസിയേറ്റ് ചെയ്ത് കാണുന്നത് നമ്മളുടെ ഹെവി ചെയിൻ്റെ എൻ ടെർമിനൽ പാർട്ടുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് കാണുന്നത്. ദ കാർബോക്സി ടെർമിനൽ, അതായത് സി ടെർമിനൽ പാർട്ട് ഓഫ് ദി ഹെവി ചെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. ദ 4 ചെയിൻ ആർ ഹെൽഡ് ടുഗദർ ആൻഡ് ദ മോളിക്യുലാർ configuration is stabilized by weak non-covalent bond and also by interaction of disulfide bridges. ഓക്കെ, ഇവ തമ്മിലുള്ള ഹെവി ചെയിനും ലൈറ്റ് ചെയിനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് നോൺ കോവലന്റ് ബോണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഡൈസൾഫൈഡ് ബ്രിഡ്ജസും കാണപ്പെടുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. An immunoglobulin, that means antibody molecule, has a symmetrical structure. It has 2 similar halves and each half of a heavy chain and a light chain. The N-terminal of both these chains together form an antigen binding site or receptor site. Thus, an antibody molecule has 2 identical antigen binding sites. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ആൻറ്റിബോഡിയുടെ എൻ ടെർമിനൽ എൻഡും സി ടെർമിനൽ എൻഡും ഉണ്ട്. എൻ ടെർമിനൽ എൻഡാണ് ആൻറ്റിജൻ ബൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റുഡൻറ് ടെസ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഓപ്ഷൻ എ ആൻഡ് എസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഫോർ സ്റ്റുഡൻസ്, ഓപ്ഷൻ ബി by the students of Oxford University, option C by W.S. Gossett, option D by R.A. Fisher. So students test ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Here the answer will be option C, W.S. Gossett. വില്യം സീലി ഗോസറ്റ്, അതാണ് W.S. ഗോസറ്റ് എന്ന് പറയുന്നത്. 1908 ഇത്തരത്തിലുള്ള സ്റ്റുഡൻറ് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.
In 84th question, teichoic acid are polysaccharide of glycerol phosphate typically found in option A cell wall of gram-positive bacteria, option B cell wall of gram-negative bacteria, option C cell membrane of gram-positive bacteria, option D cell membrane of gram-negative bacteria. So teichoic acid എവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയാണ്. പിന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് സെൽ വാളിലാണോ സെൽ മെമ്പറൈനിലാണോ എന്നുള്ളതിനെ പറ്റിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് പോവാൻ ചാൻസ് ഉണ്ട്. സോ ആൻസർ ഓപ്ഷൻ എ സെൽ വാൾ ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. And the teichoic acid are present in the species in genera Staphylococcus, Streptococcus, Bacillus, etc. The peptidoglycan layers of many gram-positive bacteria are densely functionized with anionic glycopolymers called teichoic acid. And these polymers play a crucial role in cell shape determination, regulation of cell division, and other fundamental aspects of gram-positive bacteria. ഓക്കെ, നമ്മളുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയലിന് സെല്ലിൻ്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യാനും അതുപോലെ തന്നെ സെൽ ഡിവിഷനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ടീക്കോയിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നോക്കൂ, of the three type of ecological pyramid, which pyramid give the best overall picture of the functional nature of community? Option A pyramid of number, option B pyramid of mass, option C pyramid of energy, option D both A and C. Here the answer will be option C pyramid of energy. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് അറിയാനുള്ളത് കൈൻഡ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ് ആണല്ലോ. എക്കോളജിക്കൽ പിരമിഡിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 different kinds of ecological pyramid ആണ് കാണപ്പെടുന്നത്. Namely pyramid of energy, pyramid of biomass and pyramid of number. And these represent respectively the energy level, biomass and number of individual organism in the successive trophic level. ആ പേര് പറയുന്ന പോലെ തന്നെ. So first നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് pyramid of energy എന്താണെന്നാണ്. So it is the graphic representation of energy level and energy flow in the different trophic level of an ecosystem. ഓരോ ഇക്കോസിസ്റ്റത്തിലെയും ട്രോഫിക് ലെവലുകൾ തമ്മിലുള്ള എനർജി ഫ്ലോ അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫറിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷനെയാണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഗീവ്സ് ദ ജനറൽ പിക്ചർ ഓഫ് ദി ഫങ്ഷണൽ സ്റ്റേറ്റ് ഓഫ് കമ്മ്യൂണിറ്റി, the energy content of each trophic level and loss of energy from each trophic level. Okay. So it gives general picture of functional state of community. ഒരു കമ്മ്യൂണിറ്റിൻ്റെ ഫങ്ഷണൽ സ്റ്റേറ്റ് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ട്രോഫിക് ലെവലിൽ എനർജി കണ്ടന്റ് ഉണ്ടല്ലോ അത് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. There is always a progressive decrease in the energy content of the successive trophic level from producers to decomposers through different levels of consumers. So the pyramid of energy is always upright and it reveals that maximum amount of energy is available for producers. ഓക്കെ, നമ്മളുടെ പിരമിഡ് ഉണ്ടല്ലോ, അപ്പോൾ താഴെയുള്ള ആ ഒരു ട്രോഫിക് ലെവലിൽ ഏറ്റവും കൂടുതൽ എനർജി അതായത് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ലാസ്റ്റ് മുകളിലേക്ക് എത്തുമ്പോഴേക്കും ഡീകമ്പോസേഴ്സ് ആയിരിക്കും. സോ അവ തമ്മിൽ എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും അപ്രൈറ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് എന്താ പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത്. ബയോമാസ് റെപ്രസെൻറ്റ് the total dry weight of individual organism or the total caloric value of a given area of an ecosystem. Okay, pyramid of biomass എന്ന് പറയുന്നത് is the pyramidal graph which depict the biomass of organism of the successive trophic level of an ecosystem from producers to higher trophic level. Okay, producer തൊട്ടിട്ട് decomposers വരെയുള്ള ആ ഒരു ട്രോഫിക് ലെവൽസിലുള്ള ബയോമാസ് ടോട്ടൽ ബയോമാസിനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം സച്ച് എസ് ക്രോപ്ലാൻഡ്, ഗ്രാസ്ലാൻഡ് ആൻഡ് ഫോറസ്റ്റ് ദർ ഈസ് എ പ്രോഗ്രസീവ് ഡിക്രീസ് ഇൻ ബയോമാസ് ഫ്രം ലോവർ ടു ഹയർ ട്രോഫിക് ലെവൽ. Okay, so the pyramid of biomass is upright. This reveals that in a given ecosystem, producers have maximum biomass and decomposers have minimum. അപ്പോൾ നമ്മളുടെ ക്രോപ്പ് ലാൻഡിൻ്റെയും ഗ്രാസ് ലാൻഡിൻ്റെയും ഫോറസ്റ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് അപ്രൈറ്റ് ആയിട്ടുള്ള പിരമിഡ് ആയിരിക്കും ഉണ്ടാവുക. But however, in some aquatic ecosystems such as large lake and a pond, there is progressive increase in biomass in the successive trophic level, and so the pyramid of biomass
ഈസ് ഇൻവേർട്ടഡ്. അതായത് അക്വാട്ടിക് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിന്റെ കേസിൽ പറയുമ്പോൾ ഓരോ ട്രോഫിക് ലെവൽ കഴിയുന്തോറും ബയോമാസ് കൂടുന്നു എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു അക്വാട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോണ്ട് എക്കോസിസ്റ്റത്തിലൊക്കെ എന്താണ് ആ ഒരു പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും കാണപ്പെടുക. ദ റീസൺ ഈസ് ദാറ്റ് ദ പ്രൊഡ്യൂസേഴ്സ് മോസ്റ്റ്ലി ഫൈറ്റോ പ്ലാങ്ക്ടൺ ആർ സ്മോൾ സൈസ്ഡ് വിത്ത് ലോ ബയോമാസ് വെറസ് കൺസ്യൂമേഴ്സ് ആർ ലാർജ് സൈസ്ഡ് വിത്ത് ഹൈ ബയോമാസ്. അതായത് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് അവിടെ കുറവായിരിക്കും, അതിനേക്കാളും കൂടുതലുണ്ടായിരിക്കും ബാക്കിയുള്ള ഹയർ ട്രോപ്പിക് ലെവലിലേക്ക് പോകും തോറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കാർണിവോർസ് ആ ഒരു ഹയറിലേക്ക് പോകുന്തോറും അവരുടെ ബയോമാസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്വാട്ടിക് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ അത് എന്തായിരിക്കും ഇൻവേർട്ട് ആയിട്ടുള്ള ആയിരിക്കും കാണപ്പെടുന്നത്. ഇനി പിരമിഡ് ഓഫ് നമ്പർ നോക്കൂ. ദിസ് ഇസ് ദ ഗ്രാഫിക് ഇല്ലസ്ട്രേഷൻ ഓഫ് numerical relationship between different trophic levels of a food chain, and it indicates the total number of individual organisms in the successive trophic level of an ecosystem. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓരോ എക്കോസിസ്റ്റം ഉണ്ടാവില്ല, ഓരോ ട്രോഫിക് ലെവലിലുള്ള സക്സസീവ് ട്രോഫിക് ലെവലിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓർഗാനിസം ആണ്. And the pyramid of number is upright in the case of predatory food chain, but inverted in the case of parasitic food chain and tree-dominated ecosystem. പ്രിഡേറ്ററി ആയിട്ടുള്ള ഫുഡ് ചെയിൻ്റെ കേസിലാണെങ്കിൽ അവ എന്തായിരിക്കും നമ്മളുടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അപ്രൈറ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുക. പക്ഷെ പ്രിഡേറ്ററി അല്ലെങ്കിൽ പാരസൈറ്റിക് പ്രിഡേറ്ററി അല്ലെങ്കിൽ ട്രീ ഡോമിനേറ്റഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ അതെന്തായിട്ടാണ് കാണപ്പെടുക, ഇൻവേർട്ടഡ് ആയിട്ടാണ് കാണപ്പെടുക. The reason is that there is a progressive decrease in number of organisms from lower to higher trophic level in the former. അതായത് നമ്മളുടെ പ്രിഡേറ്ററി ആയിട്ടുള്ള ഫുഡ് ചെയിൻ്റെ കേസിൽ ഹയർ ആയിട്ടുള്ള ട്രോഫിക് ലെവലിലേക്ക് പോകുന്നതോറും അവരുടെ എണ്ണം കുറയാനുള്ള ചാൻസ് ആണ് കാണപ്പെടുന്നത്. ബട്ട് ലേറ്റർ ഇൻ ദി പാരസൈറ്റിക് ഫുഡ് ചെയിൻ ആൻഡ് ട്രീ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ചെയിൻ്റെ കേസിൽ പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം. ഓക്കെ, ഹയർ ട്രോപ്പിക് ലെവലിലേക്ക് പോകുന്തോറും എന്താണ് കാണപ്പെടുന്നത്, ഹയർ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് അപ്രൈറ്റ് ആയിട്ട് ഇൻവേർട്ടഡ് ആയിട്ട് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.